അതായത് രാഹുൽ മങ്കൂട്ടത്തിലിനെ ഈ പരാതി വന്നതിന് പിന്നാലെ അപ്രത്യക്ഷനായതാണ് പാലക്കാട് നിന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ. അതായത് കഴിഞ്ഞ 27-ാം തീയതി വൈകുന്നേരത്തോടെയാണ് രാഹുൽ മങ്കൂട്ടത്തിലിനെ കാണാൻ കഴിയാത്ത തരത്തിലേക്ക് അദ്ദേഹം എവിടേക്കോ ഒളിവിൽ പോകുന്നത്. ആദ്യം കേരളത്തിനകത്ത് തന്നെ ഉണ്ട്, പാലക്കാട് തന്നെ അദ്ദേഹം ഒളിവിലുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നത്. പക്ഷേ പിന്നീട് അത് വാസ്തവമല്ല. രാഹുൽ മങ്കൂട്ടത്തിൽ കേരളം വിട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തായ നടിയുടെ വാഹനത്തിൽ കേരളത്തിൽ നിന്ന് കടന്നു കളഞ്ഞു എന്ന വിവരങ്ങളാണ് പിന്നീട് വരുന്നത്. തുടർന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ആ ജാമ്യാപേക്ഷയിലെ വിധി വന്നതിന് ശേഷം മാത്രമേ പോലീസ് ഇതിലൊരു തിടുക്കത്തിലുള്ള നടപടിയിലേക്ക് കടക്കുകയുള്ളൂ. അതല്ല എങ്കിൽ അത് രാഹുൽ വീണ്ടും ഒരു ആയുധമാക്കി സർക്കാരിനെതിരെ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ കടുത്ത നടപടികളിലേക്ക് പോലീസ് നീങ്ങാതിരുന്നത്, പ്രത്യേക അന്വേഷണ സംഘം നീങ്ങാതിരുന്നത് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് മുൻപും സമാനമായ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്ന കേസുകളിലെ പ്രതികളെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്താൽ അത് കോടതി അലക്ഷ്യമായി വ്യാഖ്യാനിക്കപ്പെടുമോ എന്നതായിരുന്നു പ്രധാനപ്പെട്ട സംശയം. എന്തായാലും ആ സാധ്യത ഇനിയില്ല. കാരണം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. അവിടെ കൃത്യമായി തന്നെ പ്രഥമ ദൃഷ്ട്യാ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിക്ക് ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഏത് വിധേനയും രാഹുലിനെ പിടികൂടാനുള്ള നീക്കം പോലീസും ഏത് വിധേനയും പിടികൊടുക്കാതിരിക്കാനുള്ള നീക്കം രാഹുൽ മങ്കൂട്ടത്തിലും സജീവമാക്കിയിരിക്കുന്നത്. അതായത് ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് രാഹുലിനെ അനുകൂലിക്കുന്നവരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ ഹർജി ഇന്ന് ഫയൽ ചെയ്യുകയും നാളെ അത് പരിഗണനയ്ക്ക് വരുമെന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും അതുവരെ പിടികൊടുക്കാതിരിക്കുക എന്നതാണ് രാഹുലിന് മുന്നിലെ വെല്ലുവിളി. അതിനകത്ത് രാഹുലിനെ എങ്ങനെയും പൂട്ടുക എന്നതാണ് അന്വേഷണ സംഘത്തിന് മുമ്പിലെ വെല്ലുവിളി. എന്തായാലും സർക്കാരിനെതിരെ പ്രതിപക്ഷമടക്കം വലിയ വിമർശനമായി രംഗത്ത് വന്നു കഴിഞ്ഞു. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഏത് തരത്തിലുള്ള നടപടിയാണോ സ്വീകരിക്കാൻ കഴിയുമായിരുന്നത് ആ നടപടി കൃത്യമായി രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പാർട്ടി തലത്തിലെടുത്തു. പക്ഷെ നിയമ സംവിധാനങ്ങൾ എന്തുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല? രാഹുൽ മങ്കൂട്ടത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയാണ്. അങ്ങനെ ഒരാളെ ആര് കണ്ടാലും തിരിച്ചറിയുന്ന ഒരു മുഖം, അങ്ങനെ ഒരാൾക്ക് എങ്ങനെ ഇത്രയധികം ദിവസം ഒളിവിൽ കഴിയാൻ കഴിയും? ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പോലീസിന്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഫോൺ നമ്പർ മാറ്റി അതായത് രാഹുൽ മങ്കൂട്ടത്തിന്റെ ഫോൺ നമ്പർ രാഹുൽ മറ്റാരുടെയോ കൈവശം ഈ ഫോൺ കൊടുത്തിട്ട് ആ വ്യക്തി പല ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും പല സ്ഥലങ്ങളിലും 5 മിനിറ്റും 10 മിനിറ്റുമായി ഈ ഫോൺ ഓണാക്കുകയും അങ്ങനെ ലഭിക്കുന്ന ടവർ ലൊക്കേഷനിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു കളയുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് ഇവർ പിന്തുടരുന്നതെന്നാണ് സംശയം. അങ്ങനെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഇപ്പോഴും സുരക്ഷിതമായി ഒരേ സ്ഥലത്ത് തന്നെ, അതായത് പുറത്തിറങ്ങി മറ്റ് സ്ഥലങ്ങളിലേക്ക്, അതായത് ക്യാമറ CCTVകൾ ഉള്ള സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്താൽ അത് വലിയ തരത്തിൽ പിടിക്കപ്പെടുന്ന തരത്തിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കി സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കഴിഞ്ഞ വ്യാഴാഴ്ച എവിടേക്കാണോ രക്ഷപ്പെട്ടത് അങ്ങനെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഇപ്പോഴും രാഹുൽ മങ്കൂട്ടത്തിൽ തുടരുന്നുണ്ട്. രാഹുലിന് മുൻപിൽ നാളെ ഹൈക്കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് വരെ പിടികൊടുക്കാതിരിക്കുക എന്നതാണ് രാഹുലിന് മുന്നിലുള്ള വെല്ലുവിളി. അതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങളാണ് രാഹുൽ നടത്തുന്നത്. അതിനു മുമ്പ് ഏത് വിധേനയും രാഹുലിനെ പിടിക്കാനുള്ള നീക്കവുമായി അന്വേഷണ സംഘവും സജീവമായിരിക്കുകയാണ്. കർണാടക കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഡാൻ തുടരുക. കാരണം ഡാൻ സൂചിപ്പിച്ചതുപോലെ നാളെ ഹൈക്കോടതിയിൽ നിന്നും എന്ത് വിധിയുണ്ടാകും അതനുസരിച്ചായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തുടർന്നുള്ള നീക്കം. ഇന്നലെ രാത്രി വരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങിയേക്കുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, ഇന്നലെ രാത്രിയിലും കോടതിക്ക് മുൻപാകെ വലിയൊരു പോലീസ് സന്നാഹമുണ്ടായി. രാഹുൽ കീഴടങ്ങാൻ എത്തുന്നു, രാഹുൽ അറസ്റ്റിലായിരുന്നു, പിടിയിലായിരുന്നു, അങ്ങനെ രീതിയിലുള്ള പല സൂചനകളും പുറത്തു വന്നതാണ്. പക്ഷേ രാഹുലിനെ കണ്ടെത്താൻ 9ാം ദിവസവും കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ ഉയരുന്ന ചോദ്യം, ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നതെന്നാണ്. രാഷ്ട്രീയ ബന്ധമുള്ള ഒരു അഭിഭാഷകയാണ് ഇതിന് പിന്നിലെന്ന രീതിയിലുള്ള ഒരു സംശയമുണ്ട്. കർണാടകയിൽ, പ്രത്യേകിച്ച് കർണാടക നമുക്കറിയാം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. അങ്ങനെ കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളുടെ ഒരു സഹായത്തോടു കൂടിയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഒളിവിൽ കഴിയുന്നത്? ടോമെ, തീർച്ചയായും ഇന്നലെ അനൗദ്യോഗികമായാണ് നമുക്ക് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നുള്ള വിവരം ലഭിക്കുന്നത്.
അത്തരത്തിലുള്ള ഒരുക്കങ്ങൾ തന്നെയായിരുന്നു കോടതിയിൽ 6 മണിക്ക് ശേഷം പോലീസിന്റെ ഭാഗത്തു നിന്നും കണ്ടതും. എന്തായാലും ഇതിൽ ഡാൻ കുര്യൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പോലീസിൽ അറസ്റ്റിലേക്ക് ഭരിക്കാതെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി ഇനി ഹൈക്കോടതി പരിഗണിക്കുന്നതനുസരിച്ച് ഇനി വീണ്ടും ഇത്തരത്തിലുള്ള നാടകീയ രംഗങ്ങൾ ഇനി കണ്ടേക്കാം. കോടതിയിൽ കീഴടങ്ങുന്നത് ഉൾപ്പെടെ അത് കാസർഗോഡാകാം, ഒരു പക്ഷേ വയനാടാകാം, അത് ഏത് തരത്തിലുമാകാം. ഇതിനെല്ലാം കൃത്യമായി ഇതിൽ കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ ഒപ്പം പോലീസിന്റെ സഹായം കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഓരോ കാര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ. ഇപ്പോഴും വളരെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ രാഹുൽ ആഡംബര ജീവിതം നയിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. അതിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അഭിഭാഷക ഇതിൽ കൃത്യമായി സൗകര്യം ചെയ്തു കൊടുക്കുന്നു. ആ അഭിഭാഷക ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാകുമെന്നൊരു വിവരമായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നതും. ഇത്തരത്തിൽ ഏറ്റവും അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് സുള്ളിയയിലെ ഒരു ആഡംബര ഫാം ഹൗസിലായിരുന്നു രാഹുൽ താമസിച്ചിരുന്നത്. അതിനു മുൻപ് ബംഗളൂരുവിലും താമസിച്ചിരുന്നു. അതും ഇത്തരത്തിൽ വലിയ ആഡംബര സൗകര്യമുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ്. അത്തരത്തിൽ കൃത്യമായി ഈ ഹൈക്കോടതിയോട് കൂടി ഇനി നീക്കങ്ങൾ നോക്കി തനിക്ക് അനുകൂലമാവുമോ എന്ന് നോക്കിയായിരിക്കും രാഹുൽ തന്റെ തുടർ തീരുമാനങ്ങൾ ഉണ്ടാവുക. അതിൽ ഒരു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോടതിയിൽ നേരിട്ട് കീഴടങ്ങുന്നതാകാം. പോലീസിൽ അറസ്റ്റ് വരിക്കാൻ രാഹുൽ ആകില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതോടൊപ്പം സംസ്ഥാനത്തുനിന്ന് വലിയ തോതിലുള്ള സഹായം രാഹുലിന് കിട്ടുന്നുണ്ടെന്ന് വേണം പറയാൻ. അത് ഒരു പക്ഷേ നേരത്തെ യൂത്ത് കോൺഗ്രസിൽ നിന്നും പലതരത്തിലും പല നടപടിയുടെ പേരിലും പുറത്താക്കപ്പെട്ടവരുണ്ട്. കാസർഗോഡ് ജില്ലയിൽ തന്നെ സമാനമായ രാഹുലിനെതിരെ ഉയർന്നു വന്ന സമാനമായ കേസിൽപ്പെട്ട് യൂത്ത് കോൺഗ്രസിൽ നിന്നും നേരത്തെ പുറത്താക്കപ്പെട്ടവർ അവരുടെ ഒരു സഹായത്തോടെയായിരുന്നു ഇന്നലെ ചില നീക്കങ്ങൾ നടന്നത്. അത് മാധ്യമങ്ങളിൽ രാവിലെ 11 മണി മുതൽ തന്നെ വലിയ വാർത്തയായി. പോലീസിന്റെ വലിയ തോതിലുള്ള പരിശോധനയുണ്ടായി. അങ്ങനെയായിരിക്കാം ഒരുപക്ഷെ ആ ഒരു വഴി പാളിയത്. എന്തായാലും ഈ ഹൈക്കോടതിയിൽ ജാമ്യം ലഭിക്കുമെന്ന വലിയൊരു പ്രതീക്ഷ രാഹുലിന് ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഒരു ശ്രമം മാത്രമാണ്. അത്തരത്തിൽ ജാമ്യം ലഭിക്കാത്തൊരു സാഹചര്യം അത് ഇന്നോ വൈകിട്ടോ അല്ലെങ്കിൽ നാളെ തന്നെ അതിന്റെ ഒരു തീരുമാനം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ ഒരു നാടകീയ ഒരു സംഭവങ്ങൾ അരങ്ങേറിയേക്കാം. അതുകൊണ്ട് തന്നെ കേരള പോലീസ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ വഴികളിൽ ഇപ്പോഴും പരിശോധന നടക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഹൈക്കോടതിയിൽ ഇങ്ങനെ ഇത്തരത്തിൽ നീക്കങ്ങൾ നടത്തുമ്പോൾ തന്നെ കേരളത്തിലെ സുരക്ഷിതമായ സ്ഥലത്തൊക്കെ വന്ന് താമസിച്ചേക്കാം. അങ്ങനെയൊക്കെ പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്നലെ പ്രത്യേക യോഗം ചേർന്ന് അത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. അതിർത്തിയിൽ കൃത്യമായ പരിശോധന. അത് വയനാട് അതിർത്തി, കർണാടകയിൽ നിന്നും വയനാട് വഴി വരെ അതിർത്തി, കാസർഗോഡ് 2 വഴികളുണ്ട്. നേരത്തെ അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചതാണ്. പാണത്തൂർ വഴിയും സുള്ളിയ വഴിയും, ഈ 2 വഴിയും പോലീസിന്റെ പരിശോധനയുണ്ട്. വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിൽ ഇത്തരത്തിൽ എത്തുമോ എന്നറിയാൻ. എന്തായാലും കർണാടകയിൽ നിന്നുള്ള വലിയ സഹായം, സുരക്ഷിതമായ താവളം ഒരുക്കി കൊടുക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണ് പോലീസിൽ നിന്നും നമുക്ക് അനൌദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളൊക്കെ. ഡാൻ കുര്യൻ പറഞ്ഞതുപോലെ തന്നെ തന്റെ മൊബൈൽ അത് ഇന്നലെ ഓണായിരുന്നു. ആ ഓണായ ഒരു സ്ഥലം അവിടെ അഭിഭാഷകയുടെ ആ ഒരു ഓഫീസായിരുന്നു. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും അങ്ങനെ ഒരാൾ കണ്ടെത്താൻ സാധിച്ചില്ല. ഒരു പക്ഷേ ഇതൊക്കെ ഒരു ട്രാപ്പായിരിക്കാം. അങ്ങനെ ഒരു ഫോൺ ഓൺ ചെയ്യുന്നു, പക്ഷേ ഇയാൾ മറ്റൊരു സ്ഥലത്ത് മറ്റൊരു സിം കാർഡും ഉപയോഗിച്ച് ആളുകളെ വേണ്ട രീതിയിൽ അഭിഭാഷകരൊക്കെ ബന്ധപ്പെടുന്ന രീതിയിൽ ബന്ധപ്പെടുന്നുണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇങ്ങനെ ടവർ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ആയി അന്വേഷിക്കുമ്പോഴും കർണാടകയിൽ നിന്നുള്ള സഹകരണം, അത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ സഹകരണമൊന്നും ലഭിക്കുന്നില്ല. കർണാടക പോലീസ് കേരള പോലീസുമായി അത്ര സഹകരിക്കുന്നില്ല. ഇപ്പോൾ പ്രധാനമായും SITയുടെ നേതൃത്വത്തിൽ തന്നെയാണ് കർണാടകയിൽ വ്യാപകമായ പരിശോധന നടത്തുന്നത്. ഒരു പക്ഷേ അത് വലിയ ഏക്കർ കണക്കിന് സ്ഥലങ്ങളൊക്കെയുള്ള ഫാം ഹൗസുകളും റിസോർട്ടുകളും ധാരാളമുള്ള സ്ഥലങ്ങളാണ് കർണാടക. അത് രാമനഗരി ആയാലും മന്ത്രിസഭയിലെ ചില അംഗങ്ങൾക്കൊക്കെ ഇതുപോലുള്ള റിസോർട്ടുകളുള്ളതാണ്. അവിടെ 1 മാസമോ 2 മാസമോ നിന്നാൽ പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിലുള്ള റിസോർട്ടുകളാണ്. അത്തരം സംവിധാനങ്ങളൊക്കെയുള്ള സ്ഥലമാണ്. അത് ഈ സഹായം ലഭിക്കുകയാണെങ്കിൽ, കർണാടക പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരിക്കുന്നതാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി അത്തരത്തിലുള്ള സഹായം ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കേരള പോലീസ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതും അല്ലെങ്കിൽ എവിടെയാണ് കൃത്യമായി കണ്ടെത്താൻ കഴിയാത്തതും. ഏതായാലും പരിശോധന വ്യാപകമായി നടക്കുന്നുണ്ട്. ടോം, വ്യക്തമാണ്.